ഹലോ നമസ്കാരം. ALG ഗാർഡനിങ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ സമ്മർ ക്രോപ്സ് ആണ് ഞാൻ പാകിയത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി കുറച്ച് പച്ചമുളകിന്റെ വിത്തുകളാണ് പാകിയത്. സിറ എന്ന് പറയുന്ന ഒരു പച്ചമുളകിന്റെ വെറൈറ്റി ആണ് കേട്ടോ പാകിയത്. ഈ ഒരു വെറൈറ്റി കൊമേഴ്ഷ്യൽ കൾട്ടിവേഷനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ്. നല്ലൊരു ഹൈ ഈൽഡിങ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ഇത്. ഈ മുളകിന്റെ വിത്തുകൾ ഞാൻ ഒരു സെല്ലിൽ ഒരെണ്ണം വീതമാണ് കേട്ടോ പാകിയത്. വിത്തുകൾ പാകിയതിന് ശേഷം ഒരു ചെറിയ ലെയർ പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുത്ത് നന്നായി ഫേം ചെയ്ത് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ കുറച്ച് വഴുതനങ്ങ വിത്തുകളാണ് പാകിയത്. ഗ്രീൻ ലോങ് ബ്രിഞ്ചോൾ, വൈറ്റ് ലോങ് ബ്രിഞ്ചോൾ, പിന്നെ പർപ്പിൾ തായ് റിബ്ഡ് ബ്രിഞ്ചോൾ. ഗ്രീൻ തായ് റിബ്ഡ് ബ്രിഞ്ചോൾ ഇപ്പോൾ കറന്റ്ലി എൻ്റെ ഗാർഡനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് പീച്ചിങ്ങയുടെ വിത്തുകളാണ് കേട്ടോ പാകിയത്. നന്ദിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് പാകി മുളപ്പിക്കുന്നത്. ഹൈബ്രിഡ് വിത്തുക ആയതുകൊണ്ട് നല്ല ഫ്രൂട്ട് പ്രൊഡക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോട്ടിൽ ഞാൻ 4 വിത്തുകളാണ് കേട്ടോ പാകുന്നത്. പിന്നെ വിരാട്ട് എന്ന് പറയുന്ന ഒരു ലോങ് പംകിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ നട്ടത്. അടുത്തതായി കുറച്ച് മെലൻസിൻ്റെ വിത്തുകളാണ് കേട്ടോ പാകുന്നത്. ആദ്യമായി മസ്ക് മെലൻ്റെ ഗ്രീനിഷ് കളറിൽ സ്ട്രൈപ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നട്ടത്. പിന്നെ ഇത് ഹണി ഡ്യൂ മെലൻ ആണ്. പിന്നെ സ്നാപ്പ് മെലൻ്റെ വിത്തുകളാണ് നട്ടത്. സ്നാപ്പ് മെലൻ വേറെ ഒന്നുമല്ല, പൊട്ടുവെള്ളരിയാണ് കേട്ടോ. പിന്നെ പാകിയത് കജാരി മെലൻ്റെ വിത്തുകളാണ്. കഴിഞ്ഞ വർഷം ഞാൻ നട്ടിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മെലനാണ് കേട്ടോ. വിത്തുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങളും വളർത്തി നോക്കണം. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. ഇതൊരു ഇന്ത്യൻ മെലനാണ് കേട്ടോ. പഞ്ചാബിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടിപ്പിക്കൽ മസ്ക് മെലൻ, ഇതാണ് കൂടുതലായി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത്. മെലൻസ് ഒക്കെ ഞാൻ ഈ ഒരു കണ്ടെയ്നറിൽ തന്നെയാണ് കേട്ടോ പാകി മുളപ്പിക്കുന്നത്. അതും ഒരു കണ്ടെയ്നറിൽ 4 വിത്ത് വീതമാണ് പാകുന്നത്. പിന്നെ പാകിയത് ഈ ഒരു മെലനാണ് കേട്ടോ. ഇതും മസ്ക് മെലൻ തന്നെയാണ്, സ്ട്രൈപ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു മെലൻ ഞാൻ കഴിഞ്ഞ വർഷവും വളർത്തിയതാണ്. നല്ല അടിപൊളി മെലൻസ് ആയിരുന്നു കേട്ടോ. 1.5 കിലോന് മുകളിൽ തൂക്കം വരുന്ന മെലൻസ് ആണ് കേട്ടോ കിട്ടിയത്. ഈ ഒരു മെലൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്സ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ അത് കാണാവുന്നതാണ്. പിന്നെ ഞാൻ പാകിയത് കാനറി മെലൻ്റെ വിത്തുകളാണ്. കാനറി മെലൻ എങ്ങനെയാണ് എളുപ്പത്തിൽ വളർത്തുന്നത് എന്നതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. കാനറി മെലനും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ സീഡ്സിൻ്റെ ബൈയിങ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. അടുത്തതായി പാകാൻ പോകുന്നത് കുറച്ച് കുക്കുംബറിൻ്റെ വിത്തുകളും വാട്ടർമെലൻ്റെ വിത്തുകളും ചീര വിത്തുകളുമാണ് കേട്ടോ. ആദ്യമായി പാകിയത് പൂനേരി കുക്കുംബറിൻ്റെ വിത്തുകളാണ്. പിന്നെ അർമേനിയൻ കുക്കുംബറിൻ്റെ വിത്തുകൾ. അർമേനിയൻ കുക്കുംബർ ഞാൻ എല്ലാ വർഷവും വളർത്താറുണ്ട് കേട്ടോ. പിന്നെ പാകിയത് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ വിത്തുകളാണ്. പിന്നെ പാകിയത് മാർക്കറ്റ് മോർ കുക്കുംബറിൻ്റെ വിത്തുകളാണ്. പിന്നെ പാകിയത് സൗഭാഗ്യ എന്ന് പറയുന്ന ഒരു വെള്ളരിയുടെ വിത്തുകളാണ്. പിന്നെ സ്ക്രീനിൽ കാണുന്ന കുക്കുംബറിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ നട്ടത്. പിന്നെ ഗോൾഡൻ വാട്ടർമെലൻ്റെ വിത്തുകളാണ് പാകിയത്. പിന്നെ ഗ്രീൻ റൗണ്ട് വാട്ടർമെലൻ, പിന്നെ ഷുഗർ ബേബി വാട്ടർമെലൻ, പിന്നെ യെല്ലോ വാട്ടർമെലൻ, അതായത് ഫ്ലഷ് യെല്ലോ കളർ ഉള്ളത്. പിന്നെ കുറച്ച് ചീര വിത്തുകളാണ് കേട്ടോ പാകിയത്. റെഡ് റോസ് ചീര, റെഡ് ചീര, സുന്ദരി ചീര, പാൽ ചീര, പച്ചച്ചീര, മയിൽപ്പീലി ചീര, ഇത്രയും വിത്തുകൾ പാകി. വിത്തുകളൊക്കെ പാകിയതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ലൊരു മോയ്സ്ചർ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമ്മുടെ വിത്തുകളൊക്കെ നന്നായി മുളച്ചു വരികയുള്ളൂ. പിന്നെ പാകിയത് നാഗപടവലത്തിൻ്റെ വിത്താണ്. പിന്നെ ബേബി പടവലത്തിൻ്റെ വിത്തുകൾ പാകി. പിന്നെ പാവയ്ക്കയുടെ വിത്തുകളും നെയ്ക്കുമ്പളത്തിൻ്റെ വിത്തുകളുമാണ് പാകിയത്. പിന്നെ ചുവപ്പ്, പച്ച, വെള്ള, 7 ലൈൻസ് ഓക്ര, ആനക്കൊമ്പൻ വെണ്ട, ഇത്രയും വെണ്ടയുടെ വിത്തുകളാണ് പാകിയത്. സാമ്രാട്ട് വെണ്ടയുടെ വിത്തുകളും പാകിയിരുന്നു കേട്ടോ. പിന്നെ അവസാനമായി പാകിയത് കുറ്റിപ്പയറിൻ്റെ വിത്തുകളാണ്. ഈ വിത്തുകൾ മുളപ്പിക്കാൻ വേണ്ടി ഞാൻ 2 ടൈപ്പ് സീഡ് സ്റ്റാർട്ടിംഗ് മിക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ 2 സീഡ് സ്റ്റാർട്ടിംഗ് മിക്സും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ പറ്റി വീഡിയോ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിത്തുകൾ പാകിയതിന് ശേഷം നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയും വിത്തുകളാണ് ഞാൻ മുളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. ഈ വിത്തുകൾ ഞാൻ പാകിയത് കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വിത്തുകളൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. ചീര വിത്തുകളെല്ലാം തന്നെ മുളച്ചിട്ടുണ്ട്. കുക്കുംബറിൻ്റെ വിത്തുകളും മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. വാട്ടർമെലൻ്റെ വിത്തുകൾ മുളച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ട്രെയിൽ വെണ്ടയ്ക്കയുടെ വിത്തുകളൊക്കെ മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. പടവലം, പാവൽ, കുമ്പളങ്ങയുടെ വിത്തുകളൊന്നും മുളച്ചിട്ടില്ല. മുളക്, വഴുതനങ്ങ ഇതിന്റെ വിത്തുകളും മുളച്ചിട്ടില്ല കേട്ടോ. മത്തങ്ങയുടെ വിത്തുകൾ മുളച്ചിട്ടില്ല. കുറ്റിപ്പയർ, പീച്ചിങ്ങ,
പൊട്ടുവെള്ളരി, കജാരി മെലൺ, മസ്ക് മെലന്റെ 3 വെറൈറ്റീസ്, കാനറി മെലൺ ഇതെല്ലാം മുളച്ചു. ഹണിഡ്യൂ മെലൺ മുളച്ചിട്ടില്ല. നിങ്ങളും വിത്തുകളൊക്കെ പാകി തുടങ്ങിയോ? പാകിയിട്ടില്ല എങ്കിൽ ഉടനെ തന്നെ വിത്തുകളൊക്കെ വാങ്ങിച്ച് മുളപ്പിക്കാൻ വെക്കുക. മാക്സിമം ഈ ആഴ്ച തന്നെ വിത്തുകൾ പാകി മുളപ്പിക്കാൻ നോക്കുക. അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പെങ്കിലും ചെയ്തിരിക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.